പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം പ്രഭാഷകൻ 10:5 മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:5 യേശു പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന്. മനുഷ്യൻ്റെ പ്രയത്നത്തോടൊപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹവും ചേരുമ്പോഴാണ് മനുഷ്യൻ വിജയം കൈവരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് നാം ദൈവഹിതം അനുസരിച്ച് ജീവിക്കണം. നമ്മുടെ പ്രയത്നവും നമ്മുടെ പ്രാർത്ഥനകളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്. പലപ്പോഴും നമ്മിൽ പലരും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പ്രാർത്ഥിക്കുന്നവരായി മാറുന്നുണ്ട്. അപ്പോൾ അത് ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെയല്ല, നമ്മുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നത്. ആരോഗ്യമുള്ള കാലത്തോളം നാം പ്രവർത്തിക്കണം. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. എബ്രായർ 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ വിശ്വാസവും പ്രാർത്ഥനയും പ്രവർത്തനവും ദൈവാനുഗ്രഹവും ഒരുമിച്ച് കൂടുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതം വിജയിക്കുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കുന്നത് നാം കാണുന്നുണ്ട്. കൽഭരണികളിൽ ജലം നിറയ്ക്കുവാൻ യേശു പരിചാരകരോട് പറയുന്നുണ്ട്. ഒഴിഞ്ഞ കൽഭരണികളിൽ ജലം നിറയ്ക്കുവാൻ യേശുവിന് ഒരു സെക്കൻഡ് പോലും വേണ്ട. ഒറ്റ വാക്കാൽ ആ ഭരണികളെല്ലാം നിറയും എന്ന് നമുക്കറിയാം. പക്ഷേ പരിചാരകരോട് വെള്ളം കോരി അതിൽ നിറയ്ക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ മത്സ്യം ലഭിക്കാതിരുന്ന ശിഷ്യന്മാരോട് വള്ളത്തിൻ്റെ വലതുവശത്ത് ഏറി വലയിടുക എന്ന് യേശു പറഞ്ഞപ്പോൾ അവർ അതനുസരിച്ചു. അപ്പോഴാണ് അവർക്ക് വല നിറയെ മത്സ്യം ലഭിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ അപ്പം യേശു വർദ്ധിപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. 5 അപ്പവും 2 മത്സ്യവും യേശു മനുഷ്യരിൽ നിന്ന് സ്വീകരിച്ചിട്ടാണ് അത് 5000 പേർക്കായിട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തത്. ബാക്കി വന്നത് 12 കുട്ട നിറയെ മത്സ്യം ശേഖരിക്കുകയും ചെയ്തു. അപ്പം മനുഷ്യരുടെ സഹകരണവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് ഐശ്വര്യപൂർണമായ ഒരു കാര്യമായി മാറുന്നത്. മനുഷ്യർ ദൈവത്തെ മറന്നുകൊണ്ട് എല്ലാം എനിക്ക് സാധിക്കും എന്ന അഹങ്കാര ചിന്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ പരാജയത്തിൽ വന്ന് അവസാനിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മനുഷ്യ ജീവിതത്തെ വിജയിപ്പിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.